ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു കണ്ടിന്യൂവേഷൻ വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് പിന്നെ തിരിച്ച് ഈ വ്ളോഗിലേക്ക് വന്നാൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് വീണ. ഞാനിവിടെ വ്ളോഗ്സും പിന്നെ ട്രാവൽ വീഡിയോസും ഇടാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പപ്പായെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലിപ്സ് ഞാൻ അതിനകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊള്ളുക ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാം. അപ്പം അന്നത്തെ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ കാണാനായിട്ട് ഞാൻ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞാൻ കുറേ സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സൊന്നും ഇല്ല. ബട്ട് ഉള്ള കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കരമായിട്ടും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പം ഇവരെ ഞാൻ കുറേ നാൾ കൂടിയിരുന്നാണ് ഞാൻ അന്ന് കാണുന്നത്. ഇതൊക്കെ ആക്ച്വലി ഇപ്പോൾ കാണുന്നത് നിങ്ങളന്ന് ഞാൻ പപ്പായെ സർപ്രൈസ് ചെയ്യാൻ പോയതിൻ്റെ ക്ലിപ്സാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ ഇട്ടു എന്നുള്ളൂ. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, ജായ്വയും പിന്നെ കവിതയും. സോ അവളുടെ വീട്ടിൽ ഞാൻ ലഞ്ചിനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറേ വാചകം അടിച്ചു, കുറേ ആഹാരമൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് പിന്നെ പോയത്. അപ്പോൾ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ നേരെ പോയത് എൻ്റെ ഒരു ട്യൂഷൻ സ്റ്റുഡൻറ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അവിടെ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ആ കുട്ടീനെ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഇൻ പേഴ്സൺ കാണുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം അവരുടെ ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അടിപൊളി ഒരു ദിവസമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ വീട്. അപ്പം ഞാൻ അവരുടെ മുഖമൊന്നും കാണിക്കുന്നില്ല, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട്. അപ്പം ഇവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മെട്രോയിൽ വീട്ടിലേക്ക് പോയി. പിന്നീട് ഒരു ദിവസം ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അതായത് CAയുടെ ഫ്രണ്ടാണ്. CAയ്ക്ക് ഞാൻ പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്. പ്രീതി എന്നാണ് പേര്. അപ്പം അവളുടെ വീട്ടിൽ ഞാൻ സ്റ്റേ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഗണേശ ചതുർത്ഥിയും പിന്നെ ഗൗരി ഗണേശ എന്നാണ്. ആക്ച്വലി ഗൗരിയുടെയും ഗണേശൻ്റെയും ഒരേ ദിവസമാണ് ഫെസ്റ്റിവൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവളെ ഇതിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു, ലൈക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനായിട്ട്. ഭയങ്കര ആഡംബരമായിട്ട് കൊണ്ടാടുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗൗരി ഗണേശ ഫെസ്റ്റിവൽ ഇവരുടെ ഇവിടെ. അപ്പം അതൊക്കെ ഒന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയായിരുന്നു. ഇത് അവളുടെ അച്ഛനാണ്. പുള്ളി റീസെൻ്റ്ലി മരിച്ചു പോയത്. സോ എനിക്കറിഞ്ഞൂടെ എന്താ പറയേണ്ടതെന്ന്. ബട്ട് ഇതൊക്കെ ഒരു മെമ്മറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കുറച്ച് എൻജോയ് ചെയ്തോളൂ. അതായത് ഈ ഫെസ്റ്റിവൽ എങ്ങനെയാണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കുറച്ച് ക്ലിപ്സാണിത്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാപ്പി മെമ്മറി അത്രയേ പറയാനുള്ളൂ. ഹാപ്പി ആൻഡ് സാഡാണ്. പുള്ളി പോയത് കൊണ്ടുള്ള ഒരു സാഡ്നെസ്സും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ മെമ്മറി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ എൻജോയ് ചെയ്തോളൂ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ പോയതിന് ശേഷം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി പറയും ഇനി വരുന്ന ക്ലിപ്സിൽ. അപ്പോൾ
ഫെസ്റ്റിവൽ ഒന്ന് ഇവരുടെ കൂടെ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തോളൂ. എന്തൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്തതെന്ന് പ്രത്യേകിച്ച് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ആക്ച്വലി ഗൗരി ഗണേശ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാണ് മെയിൻലി ചെയ്യുന്നത്. പിന്നെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് തലേദിവസത്തെ ഇതാണ് കാണുന്നത് നിങ്ങൾ. അതിൻ്റെ അടുത്ത ദിവസമായിരുന്നു പൂജയും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ക്ലിപ്പിങ്സാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ. मध्ये
सूचितात् इति शङ्करात् भगवत्कृतां श्रीगणेशपञ्चरत्नस्तोत्रं सम्पूर्णम् ರೀ ಅದ್ರ ಮೇಲೆ ಇನ್ನೊಂದಿದೆ ಸಂಕಷ್ಟನಾಶನ ಗಣೇಶ ಅದ್ರ ಮೇಲೆ ನಿಮ್ಮ ಫೋನಲ್ಲಿ ತಗೊಳ್ಳಿ. ಎಳ್ಳಿನ ಎಣ್ಣೆಯಿಂದ ಅಭ್ಯಂಜನ ಸ್ನಾನವನ್ನು ಮಾಡಿಕೊಳ್ಳಬೇಕು. ಶುದ್ಧ ವಸ್ತ್ರಗಳನ್ನು ಧರಿಸಿ ಶುದ್ಧಾತ್ಮರಾಗಿ ಗಣಪತಿಯನ್ನು ಪೂಜಿಸಬೇಕು. ಅವರವರು ತಮ್ಮ ತಮ್ಮ ಶಕ್ತಿಗನುಸಾರವಾಗಿ ಬಂಗಾರದಿಂದ ಅಥವಾ ಬೆಳ್ಳಿ ತಾಮ್ರಗಳಿಂದ ಗಣಪತಿಯನ್ನು ಮಾಡಿಸಿ ಪೂಜೆಯಾದ ನಂತರ ಅದನ್ನು ಬ್ರಾಹ್ಮಣನಿಗೆ ದಾನ ಮಾಡತಕ್ಕದ್ದು. ಅಷ್ಟಕ್ಕೂ ಅನುಕೂಲವಿಲ್ಲದವರು ಮಣ್ಣಿನಿಂದ ಗಣಪತಿಯನ್ನು ಮಾಡಿ ಪೂಜಿಸಬಹುದು. ಶಕ್ತಿ ಇದ್ದರೂ ಲೋಭಿತವನ್ನು ಮಾಡಬಾರದು. ಈ ಗಣಪತಿಯು ಏಕದಂತನು, ಮೋಹದಂತೆ ಅಗಲವಾದ ಕಿವಿಗಳುಳ್ಳವನು, ಚತುರ್ಭುಜಗಳಿಂದ ಕೂಡಿದವನು, ಒಂದು ಕೈಯಿಂದ ಪಾಶವನ್ನು, ಮತ್ತೊಂದು ಕೈಯಿಂದ ಅಂಕುಶವನ್ನು, ಬೇರೊಂದು ಕೈಯಲ್ಲಿ ಕಡುಬನ್ನು, ಇನ್ನೊಂದು കരದಿಂದ അഭയ മുദ്രಯನ್ನು ഉണ്ടാಗಿರುವಂತೆಯೂ ഇരಬೇಕು. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് പ്രീതി. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി എൻജോയ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ദിവസം പപ്പായും ഞാനും കൂടെ വിശാഖപട്ടണത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആക്ച്വലി നമ്മൾ തിരിച്ച് പോകുന്നതിൻ്റെ ദിവസമാണ്. പപ്പയ്ക്കും ആക്ച്വലി ഒരു വർക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് പോകേണ്ട ദിവസം തന്നെയായിരുന്നു അവിടെ കർണാടക ബന്ദ് ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് ആണ് ആക്ച്വലി നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കൂരിരുട്ടാണ്, നേരം വെളുത്തിട്ടും കൂടിയില്ല. 4 മണി 5 മണി 4 മണിയാണെന്ന് തോന്നുന്നു. 4 മണി സമയത്തെ കാഴ്ചകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ಮೇರು ಸ್ಟ್ರೈಕ್ ಇರುತ್ತದೆ ಇಲ್ಲಿ ಟ್ಯಾಕ್ಸಿ PMTC எல்லாமே சேர்ந்து. അപ്പം ഭയങ്കര ഇരുട്ടായിരുന്നു. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. അപ്പം ഭയങ്കര ഒരു പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നു. ബട്ട് എന്തായാലും ഒന്നും സംഭവിച്ചില്ല. എല്ലാവരും സുഖമായിട്ട് തന്നെ വീട്ടിലെത്തി. അപ്പം ഇതാണ് സമയം കണ്ടോ, 4:51. അപ്പോൾ 4 മണിക്ക് ഏകദേശം അടുത്താണ് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയത്. എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ പപ്പായുടെ ഒരു കൊളീഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്കും വേറെ വേറെ ഫ്ലൈറ്റ് ആയിരുന്നു. ബട്ട് നമ്മളെല്ലാവരും കുറച്ച് നേരത്തേക്കിന് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം നമ്മൾ പപ്പായ്ക്ക് ശരിക്കും നേരത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. അതിനു മുന്നേ ആയിരുന്നു പപ്പായുടെ കൊളീഗിൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു അവിടെ. എനിക്ക് ശരിക്കും 3:10 ആയിരുന്നു ഡിപ്പാർച്ചർ ടൈം. അപ്പോൾ അതാണ് ഇതെൻ്റെ പപ്പായും കൊളീഗും കൂടെ നിൽക്കുന്ന, അവരിങ്ങനെ ടിക്കറ്റോ എന്തോ ലഗേജ് കൊടുക്കാനായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് പപ്പ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അന്നേരം എടുത്ത ക്ലിപ്പാണിത്. പപ്പായുടെ ഫ്ലൈറ്റിൻ്റെ സമയമായപ്പോഴത്തേനും പപ്പ പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു ശരിക്കും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്തു അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അതായിരുന്നു, ഞാൻ കുറേ നേരം ആക്ച്വലി അവിടെ ഇരുന്ന് സമയം കളഞ്ഞു എന്നുള്ളതാണ്. പറയുന്നുണ്ടായിരുന്നു ഇത്ര നേരത്തെ എങ്ങനെയാണ് നമ്മൾ ലഗേജ് എടുക്കുന്നതെന്നൊക്കെ. ബട്ട് ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് അവർ തന്നെ ലഗേജൊക്കെ എടുത്തു. ചെക്ക് ഇൻ ലഗേജ് ഇല്ലേ, അതൊക്കെ ഇത്ര നേരത്തെ ആരും അങ്ങനെ സാധാരണ എടുക്കാറില്ല. അപ്പം ഇതാണ്, ഞാൻ അവിടെ കുറേ നേരം മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ടിരുന്നു, കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം ഞാനവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. കുറേ മണിക്കൂറുകൾ നമ്മൾ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തു. അപ്പം ഞാനിവിടെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഞാനങ്ങനെ ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് ഗുഡ്ഗാവ് എത്തി. എൻ്റെ ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ.
അപ്പോൾ അങ്ങനെ ഒരു ലോങ് ജേർണിക്ക് ശേഷം ഞാൻ ഗുഡ്ഗാവ് എത്തി. സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ടയറിങ് ആയിരുന്നു ശരിക്കും. ഒറ്റ ഇരിപ്പ് അത്രയും നേരം ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് പോയതല്ലേ. എന്തായാലും ഒരു മെമ്മറബിൾ ഒരു ട്രിപ്പായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്, ബൈ.